ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 15 ആയതേ ഉള്ളൂ. ഇന്ന് കണ്ടൻറ്റാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ കണ്ടൻറ്റ്. സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാൻ പോലും സമയം കിട്ടുന്നില്ല, അത്രയ്ക്ക് കണ്ടൻറ്റാണ്. ഈ കണ്ടൻറ്റിൻ്റെ ഇടയിൽ സ്വന്തമായി കണ്ടൻറ്റ് ഉണ്ടാക്കി നടക്കടാ അനീഷേ എന്ന് പറയുകയാണ് ഷാനവാസ്. എന്തോ പറഞ്ഞ് ഷാനവാസ് തിരിഞ്ഞു നോക്കിയപ്പോൾ അനീഷിനെ നോക്കി. അത് എന്നെ നോക്കി നീ പറയേണ്ട കാര്യം എന്താ, നിനക്ക് പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പറയുന്നു. വഴിയെ പോണതൊക്കെ ഏണി പിടിച്ച് വലിച്ച് തലയെ വെക്കാതെടാ മണ്ണുണ്ണി എന്ന് അനീഷിനെ വിളിക്കുകയാണ് ഷാനവാസ്. വെറുതെ ആവശ്യമില്ലാതെ മണ്ണുണ്ണി. സത്യത്തിൽ കേട്ടിരിക്കുന്നവർക്ക് പോലും ഒരു അരോചകത്വം തോന്നിപ്പോയി ഇങ്ങനെ മണ്ണുണ്ണി എന്ന് വിളിക്കുന്നത്. അത് മോശമാണ് ഒരു കൂടെയുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ വിളിക്കുന്നത്. വീട്ടിലുള്ളവരെ വിളിക്കരുത്, സ്റ്റാൻഡേർഡായിട്ട് പെരുമാറ്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പക്ഷേ ഒച്ചയുടെ കാര്യത്തിലാണെങ്കിൽ ഷാനവാസിനും പ്രശ്നമില്ല, അനീഷിനും പ്രശ്നമില്ല. അറിയാമല്ലോ രണ്ടുപേരുടെയും സംസാരം എങ്ങനെയായിരിക്കുമെന്ന്. ചില സമയങ്ങളിൽ എത്രയൊക്കെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരുന്നാലും സ്വന്തം ഉള്ളിലെ ദേഷ്യമൊക്കെ പുറത്തു വരും. ആരായാലും, അത് ഷാനവാസായാലും ശരി, അനീഷായാലും ശരി. കണ്ടൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കി നടക്കരുത്. ഞാൻ നിന്നെയല്ല പറഞ്ഞത് എന്ന് ഷാനവാസ് പിന്നീട് പറയുന്നുമുണ്ട്. അല്പം മുമ്പ് ലൈവിലിരുന്ന് ഷാനവാസ് ഒനിയലിനോടും അഭിലാഷിനോടും പറയുന്നുണ്ടായിരുന്നു, വെറുതെ അനുമോളുടെയും അപ്പാനെയും തമ്മിലുള്ള ആ വലിയ ഇഷ്യൂവിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ചീള് കേസ്, നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊക്കെ നാറ്റ കേസാവും, അതുകൊണ്ട് ഇടപെടുകയേ വേണ്ട എന്ന് പറഞ്ഞ് മാറിയിരുന്ന ആളാണ്. ആ ആളാണ് അത്രയും പോലും ഇല്ലാത്ത ഒരു വിഷയത്തിന് അനീഷുമായിട്ട് കോർത്തത്. ഒരുപാട് കണ്ടൻറ്റുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ടായിരിക്കാം കണ്ടൻറ്റ് ക്ഷാമം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7 ഇല്ല. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം.